നമ്മൾ 2-3 പ്രസംഗം നടത്തിയപ്പോ പലരും മധ്യസ്ഥന്റെ റോളിൽ വിളി. എന്നാലും നിങ്ങൾ പേരോടിനെ പറഞ്ഞോളൂ, ഓലെ പറഞ്ഞോളൂ, എന്നാലും നമ്മൾ ഉസ്താദിനെ വിട്ടൂടെ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ നേതാവാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നുവരെ ഒരു വഹാബി പറയാത്ത, ജമാഅത്തെ ഇസ്ലാമി പറയാത്ത, ലീഗുകാരൻ പറയാത്ത ഭാഷയിൽ ഹബീബായ തങ്ങളെ നിന്ദിച്ചിട്ട് ആ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോ ആർക്കും ഒന്നും പറയല്ല. ആ ക്ലിപ്പ് ഒന്ന് കേട്ടോ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾക്ക് നൽകപ്പെടാത്ത ഏതെങ്കിലും ഒരു കഴിവുണ്ടോ സഹോദരങ്ങളെ? ഈ അർശും കുർസിയും മുതൽ ചന്ദ്രനും സൂര്യനും ഭൂമിയും ആകാശവും എല്ലാ ഗോളങ്ങളും ആർക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ലമാ ഖലഖ്തുൽ അഫ്ലാക്. നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ഗോളങ്ങളെ നമ്മൾ പടക്കുമായിരുന്നില്ല, സൂര്യനെ സൃഷ്ടിക്കുമായിരുന്നില്ല. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു വെച്ച് ആദം നബിയോട് അല്ലാഹ് സംസാരിക്കുന്നത് ലൗലാഹു ലമാ ഖലഖ്തുക എന്നാണ്. ആ ഹബീബില്ലായിരുന്നുവെങ്കിൽ ആദം നിന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. മാത്രമല്ല അല്ലാഹ് തന്നെ കുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അത്ലുബു റിളാക യാ മുഹമ്മദ്. എല്ലാവരും എൻ്റെ തൃപ്തി തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തേടുന്നത്, ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തൃപ്തിയാണ് നബിയേ. എല്ലാം നൽകപ്പെട്ട സ്വർഗത്തിന്റെ ഉടമാവകാശം പോലും അല്ലാഹ് നേരത്തെ നൽകി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. സർവാധികാരങ്ങളും സർവനന്മകളും സർവ ഖൈറുകളും എല്ലാം അങ്ങേക്ക് നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പച്ചയിൽ വിളിച്ചു പറഞ്ഞ് ലോകത്ത് സമാനതകളില്ലാത്ത അധികാരത്തിന്റെ ഉടമാവകാശമുള്ള ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിനെ കുറിച്ച് ഒന്നിനും കഴിയാത്ത അവശനായ പിതാവിനോട് ഉപമിച്ച് ഹബീബായ തങ്ങളെ നിന്ദിച്ചപ്പോൾ അതിനെതിരിൽ ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് സുന്നി, എന്ത് സമസ്ത, ആരാണ് നിങ്ങൾക്ക് സുന്നി എന്ന്